KsKilladisന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ തുടക്കം കണ്ടാണ് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. സ്കൂളിൽ സയൻസ് എക്സിബിഷനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല ഫിസിക്സിൽ നിങ്ങൾക്ക് പ്രോജക്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തികത എന്നാണ് ഇതിൻ്റെ മലയാളം വേർഡ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചെന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം കോപ്പർ വയർ ആവശ്യമുണ്ട്. അതിൽ നമുക്ക് കോപ്പർ വയറിട്ട് നമ്മൾ സാധാ കേബിൾ വയറൊക്കെ ഉണ്ടല്ലോ, ഈ സ്വിച്ച് ബോർഡൊക്കെ വയ്ക്കുന്ന വയറുകൾ, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കോപ്പർ വയർ എടുക്കണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കോപ്പർ വയർ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ വയറിൽ നിന്ന് നമ്മൾ കോപ്പർ എടുത്തിട്ടുണ്ട്. അത് കാണാൻ സാധിക്കും, നല്ല നീളമുള്ള കമ്പിയാണ്. ഇതിൽ നിന്ന് നമുക്ക് 2 നീളമുള്ള വയർ നമുക്ക് എടുക്കാം. ഇത് തമ്മിൽ നമുക്ക് കൂട്ടിപ്പിരിച്ച് വെക്കണം. കാര്യം എന്തിനാന്ന് വെച്ചാൽ നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തമ്മിൽ കൂട്ടിപ്പിരിച്ച് വെക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടാം. അപ്പോൾ നമുക്ക് നല്ല നീളമുള്ള ഒരു വയർ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ബേസായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇരുമ്പ് ആണിയാണ്. സ്റ്റീലാണിയല്ല, ഇരുമ്പ് ആണിയാണ്. ഒരു വലിയ ഒരു ആണി വേണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ കൂട്ടിപ്പിരിച്ച് വെച്ച വലിയ കോപ്പർ കമ്പിയില്ലേ, അത് ഈ ആണിയിലേക്ക് ചുറ്റി കൊടുക്കണം. ആദ്യം തുമ്പത്തൊരിച്ചിരി നീളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 40 ചുറ്റോളം ചുറ്റി കൊടുക്കണം. 1 2 3 4 5 6 ഇങ്ങനെ നമുക്ക് 40ഓളം ചുറ്റികൾ ചുറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആ കോയിൽ നമ്മൾ ഈ ഇരുമ്പാണിയിൽ നമ്മൾ ചുറ്റിയെടുത്തതാണ്. നമ്മളിപ്പോൾ ഇത് 40 ചുറ്റൊന്നുമല്ല, 30 നമ്മൾ ചുറ്റിയിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് വൈദ്യുതി വേണം. അതിന് നമ്മൾ ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളിപ്പം ഈ ബാറ്ററി വെക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ ആണിയിലോട്ട് കൊണ്ട് കാണിച്ചു കൊടുത്ത്, നമ്മളിപ്പം ഇത് ആകർഷിക്കാനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആണിയാണ്. ഈ ആണിയിലോട്ട് നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്താൽ ഒന്നും അട്രാക്ഷൻ ഇല്ല. ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ ബാറ്ററി കണക്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇതൊന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ അട്രാക്ഷൻ ഉണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആണി അതെല്ലാം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാന്ന് വെച്ചാൽ ഇതാണ് നമ്മളിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? നമ്മൾ ഈ കാറൊക്കെ നമ്മൾ പൊക്കിയെടുത്ത് ലിഫ്റ്റ്, ഈ കാർ ലിഫ്റ്റിംഗ് ഇല്ലേ, ക്രാഷിങ്, ആ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇലക്ട്രിക് ബെല്ലിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ സയൻസ് എക്സിബിഷനൊക്കെ കൊണ്ട് കാണിക്കാവുന്നതാണ്. സ്കൂളിൽ അസൈൻമെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പവർ കൂട്ടണമെങ്കിൽ ഇതിൻ്റെ ഈ ചുറ്റിരിക്കുന്ന അളവുകൾ കൂട്ടിയാൽ മതി. ഈ കോയിൽ നമ്മൾ ചുറ്റിട്ടില്ലേ, അതിൻ്റെ അളവുകൾ നല്ല കൂട്ടിയാൽ മതി. അതല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ പവർ കൂട്ടണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സെല്ല് 1 2 3 ബാറ്ററി എടുക്കണം. അതും അല്ലെങ്കിൽ നമ്മുടെ ഈ ആണിയില്ലേ, ഇതിൻ്റെ കനം കൂട്ടണം. നല്ല വലിയ നെറ്റ് ബോൾട്ടൊക്കെ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ അതിൻ്റെ അകത്തൊക്കെ ചുറ്റിയാൽ മതി. ഇതിൻ്റെ പവർ കൂടും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല ഞാൻ ചെയ്ത ഇന്നത്തെ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും. കാര്യം അവർക്ക് ഈ സയൻസ് എക്സിബിഷനൊക്കെ പ്രകാരമായ അവർക്കൊക്കെ ഈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹഫീസ് സൈനിങ് ഔട്ട്.